ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർക്കറിയാൻ ആഗ്രഹമുള്ള കുറച്ച് ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങളുടെ ഉത്തരം തരാനായിട്ടാണ്. അത് ഇവർക്ക് തരാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇവർ ഓൾറെഡി ഇവിടെ പഠിക്കുവാണല്ലോ, അതുകൊണ്ട് ചോദിക്കാം. ഓക്കെ, ഇപ്പം അവനൊരു കോൾ വന്നിട്ട് അവഴിച്ച് പോയി. അപ്പോൾ ഇപ്പോൾ സി എ ഉണ്ട്. അപ്പം നമുക്ക് സി എ എടുത്ത് ചോദിക്കാം. ഇതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് വെച്ചാൽ ജർമ്മനിയിലോട്ട് വരുന്ന സ്റ്റുഡൻസിനെ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിനക്കിവിടെ ജർമ്മനി മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടോ? ജർമ്മനി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം വന്നിട്ടൊരു 1.5 ഇയർ ആകുന്നു. ആയി, ഓൾമോസ്റ്റ് ആയി. അപ്പോൾ വന്ന ടൈമിൽ നമുക്ക് വന്നൊരു എക്സൈറ്റ്മെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പോൾ 1.5 വർഷമായിട്ട് ഇവിടെ തന്നെ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, കുറച്ച് മടുപ്പുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. നാട്ടിലെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ബെറ്ററാണ്. പിന്നെ ബുദ്ധിമുട്ട് തോന്നിയൊരു കാര്യം ജർമ്മൻ ലാംഗ്വേജ് ഇപ്പം വന്നിട്ട് പഠിക്കേണ്ട സമയം അതിക്രമിച്ചു. പക്ഷേ ഇതുവരെ പഠിച്ചില്ല. അപ്പോൾ അത് പഠിക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരുന്നേനെ. ആൾക്കാരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻട്രാക്ട് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ ഈസി ആയിരുന്നേനെ എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ആഫ്റ്റർ ഓൾ നാട് ഓർ ജർമ്മനി എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നാടെന്നേ ഞാൻ പറയത്തുള്ളൂ. യൂണിവേഴ്സിറ്റിയെ പറ്റി എന്നാ അഭിപ്രായം? യൂണിവേഴ്സിറ്റിക്ക് എങ്ങനെയുണ്ട്? യൂണിവേഴ്സിറ്റിനെ പറ്റി വളരെ മോശം അഭിപ്രായം. ആരെയും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരല്ലേ. ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു? ഹോഷൂല മിറ്റേഡ. എന്നായിരുന്നു പ്രശ്നം? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കോഴ്സ് കുറച്ച് പാടാണ്. ഞാനിപ്പോൾ മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നതെങ്കിലും മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരെയാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്. എങ്കിൽ പോലും കോഴ്സ് കുറച്ച് പാടാണ്. ഓക്കെ, ഏതായിരുന്നു കോഴ്സ്? അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഫോർ നെറ്റ്വർക്ക്സ് ആൻഡ് ഡാറ്റ സയൻസ് മാസ്റ്റേഴ്സ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ കോഴ്സിനെ പറ്റി കൂടുതൽ പറയണം. കോഴ്സിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ എന്താ ഇപ്പൊ പറയാ, എനിക്ക് പറയാൻ വാക്കുകളില്ല കോഴ്സിനെ പറ്റി. എക്സാംസ് ഒക്കെ വരുമ്പോ എങ്ങനെയാ? എക്സാംസ് മെയിനായിട്ടും ഓറല. നമുക്ക് 2 സെം പേപ്പേഴ്സ് ഉള്ളത്. 3rd സെം ഇന്റേൺഷിപ്പ്, 4th സെം തീസിസ്. അപ്പം ഞാനിപ്പോൾ 2nd സെം കഴിഞ്ഞു. പക്ഷേ എൻ്റെ പേപ്പേഴ്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. സോ ഞാനിപ്പോൾ പേപ്പേഴ്സ് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. കംപ്ലീറ്റ് ആവാത്തതിൻ്റെ റീസൺ ഞാൻ എല്ലാം കോഴ്സ് എൻറോൾ ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് പേപ്പേഴ്സ് പയ്യെ തീർക്കാന്നുള്ള രീതിയിലാണ്. അപ്പോൾ കൊടുത്ത പേപ്പേഴ്സൊക്കെ കിട്ടി. പക്ഷെ അതും എങ്ങനെയാ ജയിച്ചത് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. അത് നീ കട്ട് ചെയ്താൽ മതി. ആ ഭാഗം മൊത്തമൊക്കെ കട്ട് ചെയ്തേരെ. എൻറോൾ ചെയ്തിട്ടില്ല അല്ലേ? എല്ലാം ഒന്നും എൻറോൾ ചെയ്തിട്ടില്ല. ഞാൻ പയ്യെ പേപ്പേഴ്സ് തീർക്കാന്നുള്ള പ്ലാനിലാണ്. ഓക്കെ, ഇത് അങ്ങനെയാണല്ലേ? ഇപ്പം ഒരു സെമസ്റ്ററിൽ ഇത്രയും സബ്ജക്ട്സ് ഉണ്ടാവും. അതിൽ ഇഷ്ടമുള്ളത് നമുക്ക് എൻറോൾ ചെയ്ത് എക്സാം എഴുതാം. 3 അറ്റംപ്റ്റ്സേ ഉള്ളൂ എക്സാം എഴുതാനായിട്ട്. അപ്പം 3 അറ്റംപ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കോഴ്സിൽ നിന്ന് ഡീരജിസ്റ്റർ ആകും. അതുകൊണ്ട് ഞാൻ വലിയ ധൃതിയൊന്നും ഇല്ല. പയ്യെ കോഴ്സ് തീർത്താൽ മതിയതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം പാർട്ട് ടൈം ഒക്കെ എങ്ങനെയാണ് ഇവിടെ? പാർട്ട് ടൈം അത് ഭയങ്കര പാടാണ്. പാർട്ട് ടൈം ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരു 1 ഇയർ കഴിഞ്ഞ് എനിക്ക് പാർട്ട് ടൈം കിട്ടിയത് തന്നെ. എന്നുവെച്ചാൽ ഒരു നല്ലൊരു പാർട്ട് ടൈം കിട്ടിയത്. അതിന് മുന്നേ മിനി ജോബൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ, അതും പെർമനൻ്റ് ഒന്നും അല്ലായിരുന്നു. ഒരു 2 മാസം ഒരിടത്ത് വർക്ക് ചെയ്ത്, അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 മാസം വേറെ സ്ഥലത്ത് വർക്ക് ചെയ്ത്, അങ്ങനെ. ഇപ്പം ഈ ജനുവരി തൊട്ടാണ് ഒരു നല്ലൊരു പാർട്ട് ടൈം ആയത്. പക്ഷേ എന്നാലും നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പം പാർട്ട് ടൈം കിട്ടാൻ. ഞങ്ങൾ വന്ന ടൈമിൽ ഇവിടെ ഒത്തിരി ഇൻ്റർനാഷണൽസ് ഒത്തിരി പിള്ളേരൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് വരെ ജോലി കിട്ടാൻ നല്ല പാടായിരുന്നു. പിന്നെ ജർമ്മനും കൂടി ഇല്ലാത്തതുകൊണ്ട് നല്ല ടാസ്ക് ആയിരുന്നു. ഇപ്പം ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണവും കൂടി, അതുപോലെ തന്നെ ജോബിൻ്റെ എണ്ണവും കുറഞ്ഞു. ഇത് സ്പെസിഫിക്കലി പാർട്ട് ടൈം കിട്ടാൻ ബുദ്ധിമുട്ട് മിറ്റ്വേയുടെ റീജിയനിലാണോ അതോ? റീജിയൻ്റെ ഉണ്ട്. ഇത് കുറച്ച് റൂറൽ ആയിട്ടുള്ള ഒരു കൺട്രി സൈഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. ഇവിടെ ജോബ് അവൈലബിലിറ്റി കുറവാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അടുത്തൊരു ചെറിയൊരു സിറ്റി പോലത്തെ ഏരിയ ഉണ്ട്, കെമ്നിറ്റ്സ് എന്ന് പറഞ്ഞ്. അവിടെയും ഇതുപോലെ ജോലി കിട്ടാൻ നല്ല പാടാണ്.
ഇപ്പം ഞങ്ങളിവിടെ ഉള്ളവരാണെങ്കിൽ പോലും അവിടെ പോയി തപ്പി കിട്ടുന്നില്ല, അവിടെ ഉള്ളവരും പറയുന്നത് അവിടെ ജോലിയില്ല എന്നൊക്കെയാണ്. അപ്പം അതിൻ്റെ പിന്നെ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ഇപ്പം ലാംഗ്വേജൊക്കെ ഡെവലപ്പ് ആക്കിക്കൊണ്ടിരിക്കുക. കാരണം ലാംഗ്വേജ് ഇല്ലാണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. എല്ലാവരും പറയും ലാംഗ്വേജ് വേണ്ട, മാസ്റ്റേഴ്സ് ചെയ്യാൻ ഇംഗ്ലീഷ് മതി, പഠിക്കാൻ ഇംഗ്ലീഷ് മതി, പക്ഷേ ഇവിടെ ജീവിക്കണമെങ്കിൽ ലാംഗ്വേജ് വേണം. ഓക്കെ, ജോലി കിട്ടാനൊക്കെ. ജോലിക്കാണെങ്കിലും ഇപ്പം എന്തായാലും ബേസിക്സ് ഒക്കെ അറിയാലോ ഇപ്പം. നമ്മൾ A1 A2 നാട്ടിൽ നിന്ന് പഠിച്ച ആ ഒരു ലെവലുണ്ട്. നാട്ടിൽ നിന്ന് A1 A2 പഠിച്ചായിരുന്നല്ലേ കോഴ്സ്? ഓക്കെ. പക്ഷെ എന്നാലും കമ്മ്യൂണിക്കേഷൻ പറ്റുന്നില്ലേ A1 A2 വെച്ച്? കമ്മ്യൂണിക്കേഷൻ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ നമുക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ്, എൻ്റെ പ്രശ്നം കേട്ടോ അത്. എനിക്ക് അങ്ങനെ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ ഇപ്പം തെറ്റിപ്പോയാലും ഞാനത് സംസാരിച്ച് ശരിയാവത്തുള്ളൂ. ഞാൻ അതിന് വേണ്ടി മെനക്കെടുന്നില്ല. പിന്നെ നമ്മളിവിടെ മൊത്തം മലയാളികളാണ്, നമ്മുടെ ഗ്രൂപ്പ് മലയാളികളായതുകൊണ്ട് എപ്പോഴും മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അങ്ങനെ യൂസ് ചെയ്ത് ജർമ്മൻ അത്രയും അങ്ങോട്ട് എക്സ്പോഷറും കിട്ടുന്നില്ല. കുറച്ചുകൂടെ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്, പക്ഷേ അതിനായിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവ് നമ്മൾ എടുക്കുന്നില്ല. അത് നമ്മുടെ പ്രശ്നമാണ്. അതൊക്കെ മാറ്റിയെടുക്കണം ഇനി. ഒരു സെക്കൻഡ്. ഓക്കെ, പിന്നെ ഇവിടെ വന്നിട്ട് അപ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ച് എങ്ങനെയായിരുന്നു? ഇപ്പം നീ താമസിക്കുന്നത് ഈ ഒരു സോണിലല്ലേ? ഇതിപ്പം നിന്റെ ഏരിയ അല്ലേ? ഇത് ഇവളുടെ സോണാണ്, കാരണം ഇവള് താമസിക്കുന്ന ഏരിയ ആണത്. ഇപ്പൊ ഹൗസ് 3 എന്ന് പറഞ്ഞാൽ ഇപ്പം വീഡിയോ എടുക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഡോമുകളായി കാണുന്നത്, ബാക്കിൽ കാണുന്നത് ഫ്രണ്ടിലൊക്കെ ഉണ്ട്. അതെ. അപ്പൊ ഇതൊക്കെ എങ്ങനെ കിട്ടി? ഇത് സ്റ്റുഡന്റ് ഡോം ആണോ? ഇതൊക്കെ സ്റ്റുഡന്റ് ഡോംസ് ആണ്. ഇത് കിട്ടിയത് വലിയ സ്റ്റോറിയാണ്. നമ്മള് ഇവിടെ വരുന്നതിന് മുന്നേ നാട്ടിൽ നിന്ന് തന്നെ അപ്പാർട്ട്മെന്റ്സ് നോക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ നോക്കിയ മറ്റേ വേഗയിലും അങ്ങനെ കുറെ ആപ്പുകളൊക്കെ ഉണ്ട്. അപ്പം അതിലൊക്കെ ഇതുപോലെ വരുന്ന അപ്പാർട്ട്മെന്റ്സ് ഒക്കെ നോക്കി. പക്ഷെ അതിൽ കുറേ സ്കാംസ് ഉണ്ട്, കുറേ ജെനുവിനായിട്ടുള്ള ഉണ്ട്. അപ്പം നമുക്കിവിടെ ഒരാളില്ലാണ്ട് നമുക്കതൊന്ന് ഇറങ്ങി തപ്പാനായി അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എനിക്കിവിടെ അറിയാവുന്ന ഒരു സീനിയർ ഒരു ചേട്ടായി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ആളാണ് ഹെൽപ്പ് ചെയ്തതൊക്കെ. പക്ഷേ എന്നാലും എനിക്കിവിടെ സ്റ്റുഡൻറ്റ് ഡോമിന് വേണ്ടി നമ്മൾ രജിസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഡോമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഇവിടെ റെനോവേഷനൊക്കെ നടന്നതുകൊണ്ട് വേക്കൻസി ഒന്നും ഇല്ലായിരുന്നു, റൂംസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പ്രൈവറ്റായിട്ട് അപ്പാർട്ട്മെൻറ്റ് നോക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ എളുപ്പമായിരുന്നു കണ്ടുപിടിക്കാൻ? അല്ല, പാടായിരുന്നു, നല്ല പാടായിരുന്നു. ഒരിടത്തും അതായത് നമ്മുടെ ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്ന റൂംസ് ഒന്നും ഇല്ല ഇവിടെ. പ്രൈവറ്റ് അപ്പാർട്ട്മെൻറ്റ്സ് നല്ല എക്സ്പെൻസീവാണ്. ഇപ്പോൾ ഈ സ്റ്റുഡൻറ്റ് ഡോം ഒക്കെ നമുക്കൊരു 200-300 റേഞ്ചിൽ കിട്ടുമെങ്കിൽ പ്രൈവറ്റ് അപ്പാർട്ട്മെൻറ്റ്സ് നോക്കുമ്പോഴത്തേനും 500-600 അങ്ങനെ അങ്ങ് പോകും, അതിൽ കൂടുതലാകും ചിലപ്പം. പക്ഷേ എന്തോ എൻ്റെ ഭാഗ്യത്തിന് എനിക്കൊരു 160ക്ക് ഒരു പ്രൈവറ്റ് അപ്പാർട്ട്മെൻറ്റ് കിട്ടി. പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ മുറിയാണ്, 10 മീറ്റർ സ്ക്വയറിൻ്റെ ഒരു 10 മീറ്റർ സ്ക്വയർ, €160. പക്ഷേ എടാ നീ ആ മുറി ഒന്ന് കാണണം. 16 സ്ക്വയർ ഫീറ്റ്, 10 സ്ക്വയർ ഫീറ്റ്. 10 സ്ക്വയർ ഫീറ്റ്, ചെറിയൊരു മുറി. അതിനെക്കാട്ടിലും വലുതായിരുന്നു എനിക്ക് അവിടുത്തെ എൻ്റെ അപ്പാർട്ട്മെന്റിലെ ടോയ്ലറ്റ്. ആ മുറിനെക്കാട്ടിലും വലുതായിരുന്നു. പക്ഷെ അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമായിരുന്നോ നിനക്ക്? എവിടുന്ന്? സിറ്റി രജിസ്ട്രേഷൻ. കാരണം 10 സ്ക്വയർ ഫീറ്റ് അല്ലല്ലോ ഒരാൾക്ക് വേണ്ടത്, 12 അല്ലേ? അല്ല, അതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. അതെന്താണോ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഉള്ള കണക്ക് അങ്ങനെ വല്ലതും ആയിരിക്കണം. കാരണം കിച്ചണും ബാത്റൂമും ഒക്കെ വേറെ എക്സ്ട്രാ ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ആ അപ്പാർട്ട്മെന്റ് ആയിട്ട് അവിടെ 6 ഷെയറിംഗ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് പക്ഷെ അവിടെ ഞാൻ എത്ര നാൾ നിന്നു? നവംബർ, ഡിസംബർ, ഫെബ്രുവരി, മാർച്ച്, ഒരു 6 മാസം അവിടെ നിന്നു. 6 മാസം അവിടെ ആയിരുന്നു? 6 മാസം അവിടെയായിരുന്നു. 6 മാസം കഴിഞ്ഞ് അടുത്ത ഒരു സെമ്മ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇവിടെ ഹൗസിൽ ഡോമിൽ റൂം കിട്ടിയത്. അപ്പം സി ഒക്കെ വന്നിട്ട് ഒരു 6 മാസം കവറായപ്പോഴാണോ അമൻ വന്നത്? അല്ല, പിന്നെ അവൻ നേരത്തെ വന്നിരുന്നു. അവൻ ആദ്യമേ തന്നെ ഒരാള്, അതായത് നേരത്തെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സീനിയർ വെക്കേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പ്ലേസിലേക്ക് അവന് റൂം കിട്ടിയായിരുന്നു. അതാണ് അവന്റെ ഡോം അല്ലേ? അങ്ങനെയാണ് അവൻ അവിടെ റൂം കിട്ടിയത്. അപ്പം ഞാൻ 6 മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാണ് എനിക്കിവിടെ റൂം കിട്ടിയത് ഡോമില്. അക്കോമഡേഷനും നല്ല ടാസ്ക്കാണ്. ഇപ്പം അത് കഴിഞ്ഞ് ഇപ്പം കഴിഞ്ഞ സെമസ്റ്ററിൽ നമുക്കിവിടെ ഞാനിപ്പം 1 ഇയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഈ അടുത്ത ഇൻടേക്കിലേക്ക് വരുന്ന പിള്ളേരുടെ സ്റ്റുഡൻറ്റ് ബഡ്ഡി ആയിട്ട് നമുക്ക് കയറാൻ പറ്റുമായിരുന്നു. അപ്പം അതെന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാനും അക്കോമഡേഷൻ കണ്ടുപിടിക്കാനും അങ്ങനത്തെ, ഇവിടെ അവർ നാട്ടിലാണല്ലോ, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാനും അല്ലെങ്കിൽ വരുമ്പം പിക്ക് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞാൻ സ്റ്റുഡൻറ്റ് ബഡ്ഡി ആയിരുന്നു. പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നു എന്നാണ് കേട്ടെ, ഇത്തവണയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ
അങ്ങനെ ആ ആൾക്ക് വേണ്ടി ഇതുപോലെ അക്കോമഡേഷൻ തപ്പിയിട്ട് ഒരിടത്തും കിട്ടാനില്ലായിരുന്നു റൂമൊന്നും. പിന്നെ എങ്ങനെയോ ആരോ ഒരു കോണ്ടാക്റ്റ് വഴി ഒരു റൂം സെറ്റായി. പക്ഷെ ആ റൂമാണെങ്കിലും വലിയ സെറ്റപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഓവറോൾ പറഞ്ഞു വരുമ്പം ഒട്ടും ഈസി അല്ല നമുക്ക് കാര്യങ്ങൾ. എനിക്കറിയത്തില്ല ഈ പ്ലേസിന്റെ ആണോ എന്നും എനിക്കറിയത്തില്ല. കാരണം ഇത് കുറച്ച് മിറ്റ്വേയുടെ കുറച്ചും കൂടെ ഉള്ളിലോട്ടാണ്. എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു റെസിഡൻഷ്യൽ സോണായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, കുറെ ഹൗസസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു സ്ഥലമായിട്ടാണ് തോന്നുന്നത് അങ്ങനെ കണ്ടിട്ട്. പിന്നെ ഇവിടെ ആകെ ആക്റ്റീവായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുകൊണ്ട് മാത്രം ഈ ഒരു ഏരിയ കുറച്ച് ഇത് ഒരു യൂണിവേഴ്സിറ്റി സിറ്റി എന്ന് കൂടെ പറയാം. ചെറിയ യൂണിവേഴ്സിറ്റി സിറ്റി ഓർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ടൗണോ അതിലൊക്കെ അങ്ങനെ പറയാം. ഇപ്പൊ വെയില് വന്നു. ഇപ്പൊ സമ്മറാണ്. അല്ല സമ്മറല്ലല്ലോ, ഇതിപ്പം സ്പ്രിങ് ആയി. ബാക്കിൽ കണ്ടോ മരമൊക്കെ ഇങ്ങനെ തളിർത്ത് തുടങ്ങി, പലയിടത്തും പൂത്തും തുടങ്ങി. പക്ഷെ എന്നാലും ചെറിയ തണുപ്പാണ് ഇപ്പോഴും. ഇന്നലെ 23 ഡിഗ്രി 24 ഡിഗ്രി സംതിങ് ഉണ്ടായിരുന്നു. ഇന്ന് 7 ഡിഗ്രി. ഇന്നലെ 24 ഡിഗ്രി ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ യാത്രയിലായിരുന്നു. മിനിഞ്ഞാന്നാണോ? കഴിഞ്ഞ ദിവസം ഇന്നലെയായിരുന്നു. എന്നിട്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേനും ഫുള്ള് മഴ. പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നൊക്കെ അങ്ങ് ഡ്രൈ ആവും, വല്ലാതെ അങ്ങ് ഡ്രൈ ആവും. മോയ്സ്ചറൈസർ മുഖ്യം. കാരണം സമ്മർ ആണെങ്കിൽ സമ്മറിൽ പോലെ നമ്മൾ വേർക്കത്തില്ല, നമ്മൾ ഡ്രൈ ആവത്തേ ഉള്ളൂ. വെയിലടിച്ചിട്ട് നമ്മൾ ഡ്രൈ ആയിപ്പോവും അങ്ങനെയൊക്കെ. പക്ഷെ പറഞ്ഞു വന്നത് മൊത്തത്തിലൊരു നെഗറ്റീവ് വീഡിയോ അല്ല ഉദ്ദേശിച്ചത്. പക്ഷെ പറയുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ റിയാലിറ്റി. പക്ഷെ അതൊക്കെ ഇങ്ങനത്തെ റിസ്ക് ഒക്കെ എടുക്കാനായിട്ട് തയ്യാറായിട്ട് മാത്രം ഇങ്ങോട്ടൊക്കെ വരണം. നമുക്ക് മുന്നേ ഉള്ള ബാച്ചിൽ മലയാളീസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാച്ചിൽ മലയാളീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മലയാളികൾ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല, യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നിട്ടില്ല. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ നല്ല കാര്യം. പക്ഷെ അഡ്മിഷൻ കൂടെ കിട്ടണ്ടേ? നല്ല കഷ്ടപ്പെട്ട് പഠിച്ച് കഷ്ടപ്പെടാൻ പറ്റുമെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്നേ ഞാൻ പറയത്തുള്ളൂ. എക്സാംസ് ഒക്കെ ടഫ് ആണല്ലേ? എക്സാംസ് ഒക്കെ ടഫാണ്. പ്രൊഫസേഴ്സ് ഒക്കെ എല്ലാവർക്കും തോന്നുന്ന പോലെയാണ് ഓരോ കാര്യങ്ങളൊക്കെ. അവന്റെ ഓടി നീനകത്ത് കേൾക്കുവോ? ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ ഇന്നിപ്പോ പ്രത്യേകിച്ച് ഇതിപ്പോ ഈസ്റ്റർ അവധിയാണ്. അപ്പം ഈസ്റ്ററിന് ഇപ്പം ഇതോ നേരെ കാണുന്ന ആ ബിൽഡിംഗ് ഉണ്ടോ, അതാണ് ശ്രേയയുടെ ബിൽഡിംഗ്. അപ്പൊ ശ്രേയയുടെ അവിടെ പോയി ഇപ്പം ടീ പാർട്ടിക്ക് വേണ്ടി ചായ കുടിക്കാൻ പോകുന്ന പാർട്ടി പറയട്ടെ. ചായ കുടിക്കാൻ ഇവന്റെ ഫ്രണ്ട് വീട്ടിൽ വന്നപ്പം ചിപ്സും ചക്കവറുത്തും കൊണ്ടു. എന്നിട്ട് അതിന്റെ അത് പകുതി ഇവൻ തിന്നു തീർത്ത് ബാക്കി ഞങ്ങൾക്ക് തരാന്നൊക്കെ പറഞ്ഞ്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അമ്മൻ അങ്ങനെയാണ്. അപ്പം നാളെ ഇനി ഈസ്റ്റർ ആഘോഷിക്കാനാണ് പരിപാടി. പ്രത്യേകിച്ച് ആഘോഷം എന്ന് വെച്ചാൽ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ വരുമ്പം ഫ്രണ്ട്സ് ഉണ്ടാവണമെന്ന് ഇമ്പോർട്ടൻ്റ് ആണോ? ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അതായത് ഭയങ്കര സോഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വരുമ്പോൾ എങ്ങനെയൊക്കെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിക്കോളും. അതല്ല, നമുക്ക് ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ ജീവിക്കാനുള്ള നല്ല സൗകര്യങ്ങളുണ്ട് ഇവിടെ. പിന്നെ പക്ഷേ ജോലിയൊക്കെ കണ്ടുപിടിക്കാൻ എങ്ങനെയായിരിക്കും? അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ജോലിയൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പാടായിരിക്കില്ലേ? പാടായിരിക്കും. അതായത് നെറ്റ്വർക്കിംഗ് ഉണ്ടെങ്കിൽ ജോലിയൊക്കെ കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല, ജോലിയുടെ അത് മാത്രമല്ല, ഇവിടെ അല്ലെങ്കിൽ നമ്മളങ്ങ് ഒറ്റപ്പെട്ടു പോകത്തില്ലേ? ഫ്രണ്ട്സൊക്കെ വേണ്ടേ, മിണ്ടാനും പറയാനൊക്കെ ആൾക്കാരൊക്കെ വേണ്ടേ? ഇതിപ്പോൾ ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ എല്ലാവരും ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് ഇവരെല്ലാ ആഴ്ചയും വരും. എല്ലാ 2 ആഴ്ച ഇടുമ്പോഴും ഞാൻ ഇങ്ങോട്ട് വരും. അതെ, നമ്മുടെ സ്റ്റാർ എത്തി. അമൻ മോഹൻ ബാക്കി യൂട്യൂബിൽ കാണാന്ന് പറഞ്ഞു. ഓക്കെ, അമൻ കോള് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നു. 7 മണിക്കാണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത്. 7 മണിക്ക് ഇവിടെ കണ്ടില്ലേ, എന്നെ വിളിച്ചൊന്നും നടക്കേ ഇരിക്കുള്ളൂ. അവർ രാജാവാണ്. ഊഞ്ഞാലാട്ട് നീ പറ. എന്തുവാ പറയണ്ടേ?
നിങ്ങൾ ഇത്രയും നേരം ഇരുന്ന് സംസാരിക്കുമായിരുന്നോ? 8 മിനിറ്റ് ആയുള്ളല്ലോ. അമൻ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് ഒരു കാര്യം പറയാം. അമ്മന് മിറ്റോഡനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, അതായത് മിറ്റോയുടെ ഇത് കട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല, തോന്നുന്നു അങ്ങ് പറഞ്ഞു. തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോട്ടെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. മിറ്റോയുടെ എങ്ങനെയുണ്ട്, യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട്, ഇവിടുത്തെ ലൈഫ് എങ്ങനെയുണ്ട്, ഫ്രണ്ട്സ് എങ്ങനെയുണ്ട്? റിയാലിറ്റി നെഗറ്റീവായിട്ട് പറയണമെന്നില്ല, പക്ഷെ പോസിറ്റീവായിട്ടും പറയണമെന്നില്ല. ഒരു റിയാലിറ്റി നെഗറ്റീവായിട്ടല്ലേ പറഞ്ഞത്? ഇല്ലില്ല, അങ്ങനെ അതാണല്ലോ റിയാലിറ്റി. അതൊരു സത്യമാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് പറയാനായിട്ട് വലുതായിട്ടൊന്നും ഇല്ല. അതിപ്പം ഭയങ്കര സബ്ജക്റ്റീവായിട്ടുള്ള കാര്യം. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി വരുന്നവർക്കും ഈ സ്ഥലത്ത് താമസിക്കാൻ പോകുന്നവർക്കും ഇത് ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. പക്ഷെ കുറച്ചുകൂടെ സിറ്റിയിലോട്ട് പോകുന്നവർക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്കറിയാം കുറേ പേര് ബെർലിൻ അല്ലെങ്കിൽ ഇപ്പോൾ ന്യൂറംബർഗ് അല്ലെങ്കിൽ ഫ്രാങ്ക്ഫർട്ടൊക്കെ സ്റ്റുട്ട്ഗാർട്ട് അങ്ങനെയൊക്കെ താമസിക്കണ കുറേ പേർക്കും അവരുടെ ലൈഫ് കുറച്ചുകൂടി ചില്ലാണ്, കുറച്ചുകൂടി ഹാപ്പനിങ് ആണ്. പക്ഷെ ഞങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി വർക്ക്, അത് കഴിഞ്ഞിട്ട് സാറ്റർഡേ സൺഡേ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടി ഇതിൽ പല സമയത്ത് പലർക്കും മൂഡ് സ്വിങ്സ്. അത് കുറ്റമായിട്ടല്ല, അത് ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള കാര്യം. പിന്നെ ജിമ്മുണ്ടല്ലോ യൂണിവേഴ്സിറ്റി. പിന്നെ അതൊക്കെ അതൊന്നും ഡിപ്പെൻഡ് ചെയ്യണ കാര്യമല്ല. ഫ്രീ ജിം എക്യുപ്മെന്റ്സ് ഇല്ല, നിങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ട് വർക്കൗട്ട് ചെയ്യാൻ, കുറച്ച് വെയിറ്റ്സ് ഉണ്ട്, ഇത്രയേ ഉള്ളൂ, ഒരു ട്രെഡ്മില്ലുണ്ട്. യൂണിവേഴ്സിറ്റി പറ്റി പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി എന്തോ സംഭവമാണ്, പക്ഷെ ഞങ്ങൾ സംഭവം അല്ലാത്തതുകൊണ്ട് അതെന്തുവാന്ന് മനസ്സിലാക്കുക ഇതുവരെ പറ്റിയിട്ടില്ല. എന്തൊക്കെയോ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മളൊന്നും അറിയില്ല, ഇൻക്ലൂസീവ് അല്ല നമ്മള്, ഞങ്ങളായിട്ടല്ല, പലരും നമ്മുടെ ഈ ഒരു ചെറിയൊരു ഗ്രൂപ്പിന്റെ അകത്ത് മാത്രമായിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടി പോയി. ഞങ്ങൾ ആദ്യമേ അങ്ങനെ പോയി. അത് തെറ്റാണോ ശരിയാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. തെറ്റാണ് ആവാം, പക്ഷെ ഇവിടുത്തെ ആൾക്കാർ നമ്മളെ കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആക്കേണ്ടതാണ്. അവരായിട്ടും അത് ചെയ്തിട്ടില്ല. മേ ബി അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ആദ്യമേ തൊട്ടേ അത്ര നല്ല എക്സ്പീരിയൻസ് ഒന്നും അല്ല. എന്നുവെച്ചാൽ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള ഇൻസിഡൻസ് ഒന്നും ഇല്ലെങ്കിൽ കൂടി അത്ര പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നില്ല. എവിടുന്നാണെങ്കിലും ഈവൻ പ്രൊഫസേഴ്സിന്റെ അടുത്താണെങ്കിൽ പോലും അത്രയും പഠിച്ച് അത്രയും എക്സ്പോഷർ ഉള്ള ആൾക്കാര് അങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. പിന്നെ ക്ലാസ്മേറ്റ്സ് ജർമ്മൻസ് ഭയങ്കര കുറവാണ്. സ്റ്റിൽ അവര് അത്ര ഇനി ഏജ് ഡിഫറൻസ് ആണോ, അവര് ഭയങ്കര 2 മാസ്റ്റേഴ്സ് ഒക്കെ അറ്റ് ദി സെയിം ടൈം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. യൂണിവേഴ്സിറ്റി ലൈഫ് നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഓഫ് കോഴ്സ് 2 കൺട്രിയാണ്, പക്ഷെ എന്നാൽ പോലും ഇവിടെ ഉള്ളവർ വരുന്നു, പഠിക്കുന്നു, വീട്ടിൽ പോകുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ. അല്ലാത്തവർ ഇവര് ചില്ല് ചെയ്യണമെങ്കിൽ തന്നെ അവർ ഇത്ര സമയത്ത് ചില്ല് ചെയ്യും, ഇന്ന രീതിയിൽ ചില്ല് ചെയ്യും. അങ്ങനെയാ അവര് ഭയങ്കര ഓർഗനൈസ്ഡും സിസ്റ്റമാറ്റിക്. അപ്പൊ നമുക്കത് ഒരു റോബോട്ടിക് നമ്മൾ അതിൽ ചെല്ലുമ്പോൾ നമ്മളെ കുറച്ച് കേജ്ഡ് ആക്കും. അത് നമ്മൾ തീരെ ഒരു നമ്മുടെ ഫ്രീഡത്തിന് നിൽക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ഒബ്വിയസ്ലി ഇതൊന്നും നമ്മളൊരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ വേറെ നാട്ടിലേക്ക് വന്ന് നിൽക്കണേ. യൂണിവേഴ്സിറ്റിയെ പറ്റി അത്രേ ഉള്ളൂ. കോഴ്സിനെ പറ്റി കോഴ്സ് ഈ ഇടയായിട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണോന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഞങ്ങൾക്ക് കോഴ്സ് ഒരു കോൺഫിഡൻസ് ഉണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നത്. ഇത്രയും നാളും അത് ഇല്ലായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി റിയാലിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ഭയങ്കര വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ജർമ്മൻ സ്കിൽസ് ഏറെക്കുറെ സെയിം ആണ്. ഞങ്ങൾക്ക് ഇവർക്ക് കുറച്ചുകൂടി ജർമ്മൻ അറിയാം, പക്ഷേ അതും പോരാ. ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ജർമ്മൻ സ്കിൽസ് ഉണ്ടെങ്കിലാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് കമ്പാരിറ്റീവ്ലി. അതെ, ഞങ്ങൾ 5 പേരിൽ ബെറ്ററാണ് ഞങ്ങൾ. അതെ, അങ്ങനെയാ പറഞ്ഞത്. അപ്പോൾ കുറേ ചലഞ്ചസ് ഉണ്ട്, നമ്മളതൊക്കെ ഫേസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് തന്നെ ഇരിക്കണം. പിന്നെ അതൊക്കെ തന്നെ. പക്ഷെ ഇത് ഭയങ്കര സബ്ജക്റ്റീവായിട്ടുള്ള കാര്യം. നിങ്ങൾ ഏത് സ്ഥലത്ത് നിൽക്കണമെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യണേ. മിറ്റ്വേഡ് അല്ലാതെ വേറെ സിറ്റിയാണോ ഉദ്ദേശിക്കുന്നത്? മിറ്റ്വേഡ് അല്ല, മിറ്റ്വേഡ് ഇതുപോലെ ഇവിടെ അടുത്ത് ഫ്രൈബർഗിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു സിമിലർ അനുഭവം അവിടുത്തെ പിള്ളേർക്കും. അവിടെ കുറച്ചുകൂടി ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പം മലയാളികളാണെങ്കിൽ കുറച്ചുകൂടി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ഞങ്ങൾ ആകെ ഉള്ളത് ഇവിടെ നിൽക്കുന്നതായിട്ടുള്ള ആകെ ഒരു ഡിഫറൻസ് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടെ അത്ര എക്സ്പെൻസീവ് അല്ല. സിറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ അത്ര എക്സ്പെൻസ് നമുക്ക് ഇവിടെ ഇല്ല. എക്സ്പെൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. അതെ, ഓപ്ഷൻസ് ഇല്ല. അതുപോലെ തന്നെ ജോലിയില്ല, കൈ കാശുമില്ല. അതാണ് അവസ്ഥ. അതെ, നിങ്ങളായിരുന്നു പറയില്ലേ. പക്ഷെ ഇപ്പൊ സിറ്റിയിലോട്ടൊക്കെ പോയാൽ
പാർട്ട് ടൈം ഒന്നും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഞങ്ങളുടെ ഇവിടെ പാർട്ട് ടൈം ഞങ്ങൾ 1 വർഷമായിട്ട് അന്വേഷിച്ച് നടന്നിട്ടും എനിക്ക് 1.5 വർഷമായിട്ട് ഇതുവരെ ഒരു പാർട്ട് ടൈം ജോലി കിട്ടിയിട്ടില്ല. അവള് 1 വർഷത്തിൽ കൂടുതൽ നടന്നതിന് ശേഷം അതും അവളുടെ എഫേർട്ട് നിന്നല്ല അത് കിട്ടിയത്, വേറൊരു റെക്കമെൻഡേഷൻ വഴി വഴിയാണ് അത് കിട്ടിയത്. ഇവിടെ ഉള്ള ഏറെക്കുറെ എല്ലാവരുടെയും നെറ്റ്വർക്കിംഗ് ഞങ്ങൾ ഭയങ്കര മോശമാണ്. കാരണം ഞങ്ങൾക്ക് ആരുടെ നെറ്റ്വർക്ക് ചെയ്യണം എന്നറിയില്ല. കാരണം നെറ്റ്വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ അവർക്കൊരു ഓപ്ഷൻ അല്ലെങ്കിൽ അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഞങ്ങൾക്ക് നെറ്റ്വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. ജോലിയുടെ കാര്യത്തിൽ നമ്മൾ നെറ്റ്വർക്കിംഗ് ചെയ്തിട്ടുണ്ട്. ആൾക്കാരോട് കാണുന്നവരോടെല്ലാം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ജോലി ഉണ്ടെങ്കിൽ പറയണേ, ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അത്ര ക്ലോസ് ആയിട്ടുള്ളവരെ അങ്ങനെ റെക്കമെൻഡ് ചെയ്യോ അങ്ങനെയൊക്കെ ഉള്ളൂ എന്നാണ്. ഫ്രണ്ട് സോൺ എന്ന് വെച്ചാൽ കുറെ കൂടെ ഇങ്ങനെ സോൺ ഇങ്ങനെ കൂട്ടി കൂട്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ കണക്ഷനും. പിന്നെ ഇങ്ങോട്ട് വരണവര് കുറെ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് വരണം. റേസിസം എല്ലാ രീതിയിലും ഉണ്ടായിരിക്കും. പല രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ഓരോരുത്തർക്ക് അനുഭവിക്കണ അനുസരിച്ച് നിങ്ങളത് കാറ്റഗറൈസ് ചെയ്ത് പക്ഷേ അതൊന്നും മൈൻഡിൽ എടുക്കണ്ട. അതൊന്നും മൈൻഡിൽ എടുക്കരുത്. പക്ഷെ ഫസ്റ്റ് ടൈം നമ്മളെ അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. എനിക്ക് ഭയങ്കര മോശമായിട്ടുള്ള ഒരു അഭിപ്രായം ബസ്സിൽ വെച്ചുണ്ടായിട്ടുണ്ട്. ഭയങ്കര റേസിസം എനിക്കും ട്രെയിനിൽ വെച്ചുണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതോടെ തീർന്നു. എനിക്ക് അതോടെ അവരങ്ങനെ പറയുന്നതിൻ്റെ റേസിസം മാത്രമല്ല, വെർബൽ അബ്യൂസ് അല്ലെങ്കിൽ ആക്ഷനിലൂടെ ഉള്ള അബ്യൂസ് ഒക്കെ നേരിട്ടവർ കുറേ പേരുണ്ട് ഇവിടെ. അപ്പം നാട്ടിലെ പോലെ തന്നെ ക്രൈം റേറ്റ്സ് ഉള്ളൊരു സ്ഥലം. നാട്ടിൽ അത്ര ഇല്ലെങ്കിലും നിയമം കുറച്ചുകൂടി സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ ഇവിടെ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആ ഒരു ഭംഗി മാത്രമല്ല, ഇവിടെ അതിൻ്റെതായ എല്ലാ മനുഷ്യരുള്ള സ്ഥലത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ എവിടെ പോയാലും ഭയങ്കര സീനറിയാണ്, ഇങ്ങനെ നോക്കിയിരിക്കുക, എല്ലാ ഭംഗിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതുവരെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നൊന്ന് ആശ്വസിച്ച് ഒരു സ്ഥലം അത് എനിക്ക് മനസ്സിലാവണില്ല. നാട്ടിലൊക്കെ കുറച്ചുകൂടെ നമ്മളിങ്ങനെ ഒരു ആ ഒരു സാധനം കിട്ടുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നിങ്ങനെ ഒരു സമാധാനത്തോടെ കുറേ നേരം ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റിയിട്ടില്ല. സുഖമില്ല, ഒരു സുഖമില്ല, ഒരു ഖുഷി കിട്ടും, അങ്ങനെ മനസ്സിലായിട്ടുണ്ട്. അത് ഒരു പിടുത്തം, ഒരു ഹോംലി ഫീൽ, ചെറിയ ഹോം സിക്നസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഹോം സിക്നസ് ഉണ്ട്, പക്ഷെ അത് കഴിഞ്ഞു. ഒരു കാര്യം പറഞ്ഞുതരാം, ഇവിടെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും. എനിക്ക് ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇവരുടെ അടുത്ത് ക്ലോസ് ആയത്. ഇപ്പോഴും ഞാൻ ഇവരുടെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയി. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയാം, എന്തോ വേണമെങ്കിലും ഷെയർ ചെയ്യാം. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിവിടെ എല്ലാവരും സെലിബ്രേഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ എന്തെങ്കിലും ഒരു പരിപാടി കഴിഞ്ഞിട്ട് റൂമിൽ പോയിരുന്ന എല്ലാവരുടെയും അവസ്ഥയാണ്. നമ്മൾ പിന്നെ മറ്റേ സൗണ്ട് വരും, അതിടണം കേട്ടോ, എന്ന് പറഞ്ഞ ഒച്ച വരും. പക്ഷെ അത് വീട്ടിലാണ് നമ്മളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി പോയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ ബിലോങ് ചെയ്യണ ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ ഞങ്ങളെല്ലാവരും റൂം ഷെയറിങ്. അപ്പൊ ഞങ്ങൾക്ക് അടുത്ത് മിണ്ട പോലും ഇല്ലാത്ത കുറെ പേരുടെ സിംഗിൾ റൂം അപ്പാർട്ട്മെന്റ് ഷെയറിങ് ആണ്, കിച്ചൺ ഷെയറിങ് ആണ്, വാഷ്റൂം ഷെയറിങ്. അപ്പോൾ ഡെയിലി അടുത്തടുത്ത് താമസിക്കുന്ന 2 പേര് നമ്മുടെ അടുത്ത് ഹലോ ഹായ് പറയും. അതിൽ കൂടുതലൊന്നും ഇല്ല. പക്ഷെ സിക്ക് ഇപ്പം പഴയ റൂംമേറ്റ് അത്ര രസമില്ലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ റൂംമേറ്റ് ബെറ്ററാണ്. എൻ്റെ പഴയ റൂംമേറ്റ് നല്ല മോശമായിരുന്നു. ഇപ്പോഴത്തെ റൂംമേറ്റ് മോശമല്ല, പക്ഷെ ഒന്നും മിണ്ടില്ല. പഴയ റൂംമേറ്റ് നല്ല മോശമായിരുന്നു. ആസ് ഇൻ അവൻ റേസിസം ആണെന്ന് എനിക്ക് തോന്നണു. എന്താ സംഭവം? അവൻ ഭയങ്കര, എനിക്കറിയില്ല, അവൻ്റെ റൂം ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഭയങ്കര കുറ്റം പറയണ പോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലും കുറ്റം കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ ഒരു മൈൻഡായിരുന്നു. നമുക്ക് ശ്രേയയുടെ അടുത്ത് ശ്രേയയുടെ അഭിപ്രായങ്ങളും കൂടെ ശ്രേയയുടെ അഭിപ്രായം കൂടെ കേൾക്കാം. ശ്രേയയുടെ അഭിപ്രായം വരുമായിരിക്കും. ശ്രേയ നിങ്ങളുടെ ഫേവറേറ്റ് ആളാണ് ശ്രേയ. ഞങ്ങൾ വന്ന വീഡിയോയ്ക്ക് തരാത്ത അത്രയും റീച്ചാണ് ശ്രേയയുടെ വീഡിയോയ്ക്ക് കൊടുത്തിരിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ശ്രേയ തന്നെ വരും. ലെറ്റ്സ് ഗോ. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഐ മീൻ ഇനിയും ക്വസ്റ്റ്യൻസും ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് കാണും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലിട്ടോ, ഉത്തരം തരുന്നതായിരിക്കും. ഇവരുടെ അടുത്ത് വെച്ചിട്ട് ഞാൻ തന്നെ ആൻസർ ചെയ്തോളാം, അല്ലെങ്കിൽ ഇവർ തന്നെ കമൻറ്റിൽ ആൻസർ തന്നോളൂ.
ഇല്ലേ? തരണം, അത്രേ ഉള്ളൂ. ബേസിക് ഡൗട്ട്സ് ഒക്കെ ഞങ്ങളെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരിക്കും, കാരണം നമുക്കും കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. സോ 1.5 വർഷം കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കുന്നതാണ്, അപ്പൊ അവർക്കറിയാം. ജീവിതം പഠിച്ചവരാണ് അവർ. Okay, so that's for today. Stay tuned, we are coming up with more interesting videos. Okay, see you there, bye. അപ്പൊ അത്രയൊക്കെ ഉള്ളു. ബൈ. Choose. Choose.